Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ കേക്കിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ബൂസ്റ്റ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്കിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കില്ലേ, അതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരുള്ളൂ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ട് കേക്കിനെന്ന്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണത്. വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണമെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്തിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ബൂസ്റ്റ് അരിച്ചെടുക്കാൻ പറ്റാത്തതുണ്ടല്ലോ, അത് ഞാൻ ഈ പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്താൽ പിന്നെ ഒരുപാട് നേരം ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ പാൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇടവിട്ടിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ എപ്പോഴും പറയണത് പോലെ തന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട, അഥവാ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചുല അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് സൈഡിലേക്കാണോ ഫോൾഡ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പാലല്ല, പൊടിയാണ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്നിൽ ബട്ടറൊക്കെ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം.
എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഓവനില്ലാതെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ സോസ് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്യണത്. ഈ സോസ് പാൻ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ടിന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് സിമ്മിലിട്ടിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആവണ വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ നട്ടി ബബിൾ കേക്ക് അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നട്ട്സ് വേണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് ചോക്കോ ചിപ്സും വൈറ്റ് ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചോക്കോ ചിപ്സാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചോക്കോ ചിപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് കാണാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. കേക്ക് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം പുരട്ടിയിട്ട് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം.
കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നട്ട്സ് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നട്ട്സും ചോക്കോ ചിപ്സും ഒക്കെ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ നട്ടി ബബിൾ കേക്ക് അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ബബിൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് യൂസ് ചെയ്യണത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഞാനൊരു പൈപ്പിംഗ് കവറിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ബബിൾസ് ആക്കി കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കംപ്ലീറ്റ് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബബിൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബൂസ്റ്റ് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്നും കൂടി ബബിളാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നട്ടി ബബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.